കരിക്കുന്നു. ചൂടായതുകൊണ്ട് എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ? കച്ചവടം ഇപ്പോൾ എന്ന് പറയുന്നത് അങ്ങനെ വെച്ചില്ലെങ്കിൽ എന്നാലും ഉണ്ട്, കച്ചവടമുണ്ട്. സാധാരണ എല്ലാ വർഷവും ഈ മാർച്ച് കഴിഞ്ഞ് അല്ലേ, മാർച്ചിലൊക്കെ വലിയ ചൂട്. ഇപ്പം നേരത്തെ ചൂടില്ലത്. ഇപ്പോഴല്ലോ തണുപ്പില്ലല്ലോ, തണുപ്പ് കുറവല്ലേ, അതുകൊണ്ട് ഇപ്പം നേരത്തെ അന്ന് ചൂട് വന്നത്. അതുകൊണ്ട് ഇപ്പം കുറേശ്ശെ കച്ചവടം ഉണ്ട്. ഈ സാധനം നമുക്ക് ഏജന്റ് തരുന്നതാണ്, മൈസൂരിൽ നിന്ന് വരുന്ന സാധനമാണ്. 2 സ്ഥലത്തു നിന്നാണ് വരുന്നത്, ഒന്ന് മൈസൂർ ഒന്ന് പാലക്കാട്. ഇപ്പം ശനിയാഴ്ച പാലക്കാട് വരും, ഇന്നിപ്പം വന്നത് മൈസൂരാണ്. അപ്പോൾ പിന്നെ മൈസൂർ റോഡാണ് വരിക. ഇനി ശനിയാഴ്ച ഇറക്കുക, ഇന്ന് വന്നു കഴിഞ്ഞാൽ നാളെ ഉണ്ടാവില്ല. കരിമ്പും ഉണ്ട് ഇവിടെ. കരിമ്പും കരിക്കും കൂടിയാണ് നമ്മൾ വിൽക്കുന്നത്. ഡിമാൻഡ് കൂടുതൽ കരിമ്പിനാണ്. കരിക്കിനേക്കാളും കൂടുതൽ പോക്ക് കരിമ്പിനാണ്. കരിമ്പ് തണുത്തിട്ടാണ് കൊടുക്കുന്നത്, കരിക്ക് തണുപ്പില്ലാണ്ടാണ് കൊടുക്കുക. അപ്പോൾ അധികം ആൾക്കാരും കരിമ്പാണ് കുടിക്കുന്നത്. ഇവിടെ തുടങ്ങിയിട്ട് ഞാൻ 3 വർഷമായി. 3 വർഷത്തിന് മീതിയായി. അതിന് മുന്നേ ഉണ്ടായത് ബക്കൽത്താണ്. അവിടെ പിന്നെ ഹൈവേ റോഡ് വരുന്നതുകൊണ്ട് അവിടെ നിന്ന് എടുപ്പിച്ചിട്ടാണ് എന്നെ ഇവിടത്തേക്ക് വന്നത്. ഇവിടെ ഇപ്പം 3 വർഷത്തോളമായി. ഇവിടെ ഒന്നാമത് നല്ല ചൂടാണ്. ഇവിടെ പ്രത്യേകിച്ച് ചൂടധികമാണ്, തുടങ്ങിയിട്ട് കുറേ ആയി. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് ഇളനീർ വെള്ളം കുടിക്കും, കുറച്ച് തണുപ്പടിച്ച് അങ്ങനെ പോകും. അതാണ് ഏറ്റവും വലിയ ഇത്. കരിമ്പ് ജ്യൂസ്, അതേപോലെ ഇളനീർ വെള്ളം. ഏതായാലും ഈ ചുട്ടുപൊള്ളുന്ന ചൂടത്ത് കരിമ്പ് ജ്യൂസും കരിക്കിൻ വെള്ളമൊക്കെ കുടിച്ച് നമ്മൾ യാത്ര തുടരുകയാണ്. ഈ സമയത്ത് യാത്ര ചെയ്യുന്നവർക്ക് ഈ വഴിയോരങ്ങളിലെ ഈ പാനീയങ്ങൾ തന്നെയാണ് ആശ്വാസം. കണ്ണൂരിൽ നിന്നും ഫെലിക്സ്, മാതൃഭൂമി ന്യൂസ്.